പാതിവില തട്ടിപ്പിൽ പാലക്കാടും പ്രതിഷേധം. നാഷണൽ യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റി സഹകരണ ബാങ്കിന് മുന്നിൽ ആളുകൾ പ്രതിഷേധിച്ചു. 289 പേർ സൊസൈറ്റി വഴി വാഹനത്തിനും ലാപ്ടോപ്പിനും അപേക്ഷിച്ചിരുന്നു. പണം നൽകുന്ന കാര്യത്തിന് ഇന്ന് തീരുമാനം പറയാമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇതുമായി നാഷണൽ യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ബന്ധമില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്ന് പരാതിക്കാർ പറയുകയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം 100ഓളം പേർ സൊസൈറ്റിക്ക് മുന്നിൽ പ്രതിഷേധിക്കുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. നഷ്ടപ്പെട്ടവരുടെ പ്രതികരണം. ഇവിടെയുള്ള എല്ലാ ഷോപ്പുകാരും പൈസ കൊടുത്തിട്ടുണ്ട് ഇവർക്ക്. എന്നിട്ട് ഇവരിവിടെ പോകുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ല. അവരിപ്പോൾ പറഞ്ഞ ഞങ്ങളല്ലാന്നാ പറയണം. അവരുടെ സ്റ്റാഫുകൾ കയ്യിൽ നിന്ന് പൈസ എണ്ണി മേടിച്ച ആൾക്കാർ പറഞ്ഞാൽ അവർക്ക് അറിയില്ല എന്ന്. ഗ്രൂപ്പ് അഡ്മിൻ അവർ ഇതിന്റെ ഈ ഫ്ലെക്സിൽ കാണുന്ന ലാസ്റ്റ് 77 45 77 അവരാണ് ഗ്രൂപ്പ് അഡ്മിൻ. ഇപ്പോഴും അതിന്റെ തെളിവുകളുണ്ട്. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി. വിഷ്ണു, ഈ പണം നഷ്ടമായവർക്ക് അത് തിരികെ നൽകാമെന്ന ഉറപ്പ് ആദ്യഘട്ടത്തിൽ ഈ സൊസൈറ്റി നൽകിയെന്നാണ് ഈ പ്രതികരണത്തിലൊക്കെ ഉള്ളത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നും അവർ പിന്മാറുകയാണ്. പണം കൊണ്ടുപോയത് ഞങ്ങളല്ല എന്ന നിലപാടെടുക്കുകയാണ് എന്നതാണ് ഈ പ്രതികരണങ്ങൾ മനസ്സിലാകുന്നത്. സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? രതീഷ് മാർഷൽ, ഇപ്പോൾ നിലവിൽ ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ആരും ഇതേക്കുറിച്ചൊരു ഔദ്യോഗിക പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. നിലവിൽ ഇവിടെ 100ഓളം വരുന്ന ആളുകളാണ് ഈ യുവ നാഷണൽ സൊസൈറ്റിക്ക് കീഴിൽ, മുണ്ടൂരുള്ള യുവ നാഷണൽ സൊസൈറ്റിക്ക് കീഴിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മുന്നിൽ എത്തിയിരുന്നത്. ഇവർക്കിടെ ആവശ്യം 289ഓളം ആളുകളാണ് ഇത്തരത്തിൽ പരാതിയുമായി ഈ മുൻകൂറായി വണ്ടി കിട്ടുന്നതിനും അതുപോലെ ലാപ്ടോപ്പിനുമായി പണം നൽകിയിരുന്നത്. എന്നാൽ ആ വാഹനം കൃത്യസമയത്ത് കൊടുത്തില്ല എന്ന് തന്നെയല്ല, ഇവർക്ക് ഈ പണം തിരികെ ചോദിച്ചപ്പോൾ അവർ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഈ നാഷണൽ യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയുമായിരുന്ന PV സെക്രട്ടറിയും പ്രസിഡന്റുമായിട്ടുള്ള 2 പേരായിരുന്നു ഇതിന് മുൻഗണന എടുത്ത് മുന്നിൽ നിന്നിരുന്നത്. ഈ പണപ്പിരിവിനടക്കം ഇവർക്ക് വണ്ടി വാങ്ങി നൽകാമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു നൽകിയിരുന്നത്. എന്നാൽ അതിനുശേഷം ഈ വണ്ടി കൃത്യസമയത്ത് അവർക്ക് നൽകാൻ സാധിച്ചില്ല. അതോടുകൂടി ഇപ്പോൾ ഈ അനന്തകൃഷ്ണനെല്ലാം പിടിച്ചതോടുകൂടി ഇവർ പണം ആവശ്യപ്പെട്ട് ഇവരെ സമീപിക്കുന്നു. എന്നാൽ അപ്പോൾ ഈ സൊസൈറ്റിയിൽ നിന്ന് ഈ 2 പേര്, ഈ പ്രസിഡന്റും സെക്രട്ടറിയുമായിട്ടുണ്ടായിരുന്ന ഈ ഭാരവാഹികളായിട്ടുണ്ടായിരുന്ന 2 പേരെയും അവർ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യുന്ന നടപടിയാണ് ഉണ്ടായത്. അതോടുകൂടി ഇവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇതുമായി ബന്ധമില്ല എന്നുള്ളൊരു വിവരമാണ് പറയുന്നത്. ഇപ്പോൾ പണം നൽകിയിരുന്ന ഒരു പേരാണ്. എന്താ വണ്ടിക്ക് വേണ്ടിയിട്ട് 66,540 സജീവ് സാറിന് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. അതെ അതെ. എന്നിട്ട് പണം തിരികെ ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? ഇല്ല, നമുക്ക് ഈ ഒരു ഓഫീസുമായിട്ടുള്ള ബന്ധമേ ഉള്ളൂ. ഇവിടേക്ക് വരാനാ പറഞ്ഞത്, ഇവിടെയാണ് ഫണ്ട് കൊടുത്തത്. അതിന് ആ പുള്ളി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. നമുക്ക് സംസാരിക്കേണ്ടതും പുള്ളിയോടാണെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി ഇവിടെ വിളിക്കാൻ ഇവർക്കും പറ്റില്ലെന്ന് ഇവർ പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്നത്. പണം കൊടുത്തത് ഈ സജീവ് എന്ന് പറഞ്ഞ ആൾക്കും? അതെ അതെ, ഗൂഗിൾ പേ വഴിയാണ് കൊടുത്തത്. യുവ കോഓപ്പറേറ്റീവ് ലിമിറ്റഡിലേക്കാണ് പോയത്. പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പാലക്കാട് സീഡ് സൊസൈറ്റിയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ നമ്മൾ വന്ന സമയത്ത് അതൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇവർ പറയുന്നത് പാലക്കാട് സീഡ് സൊസൈറ്റിയുടെ ഒരു അക്കൗണ്ട് ഇവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇതിവിടെ ചെയ്യാൻ അനുവദിച്ചു എന്നാണ്. അത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. പാലക്കാട് സീഡ് സൊസൈറ്റിയുടെ തലപ്പത്തുണ്ടായിരുന്നവർ ആരൊക്കെയായിരുന്നു? അതും ഈ സജീവ്, വിനോദ്, ആ 2 സാർമാരെയാണ് നമുക്കറിയുള്ളൂ. അവർ തന്നെയായിരുന്നു ഈ ബാങ്കിലുണ്ടായിരുന്നത്. ഇപ്പോൾ അവര് ആ പണം നൽകുന്ന ഇവിടേക്ക് അവരെ കയറ്റാൻ പറ്റില്ല എന്നാണ് ഇവരും പറയുന്നത്. നമ്മളെ സംസാരിക്കണമെങ്കിൽ നമ്മളിനി അവരുടെ വീട്ടിൽ പോയി സംസാരിക്കണം എന്ന്. അപ്പൊ അത് നടക്കുന്ന കാര്യമല്ലല്ലോ. അത് തന്നെയാണ് നിലവിൽ ഈ സൊസൈറ്റിയും അതുപോലെ തന്നെ ഈ പാലക്കാട് സീഡ് സൊസൈറ്റിയും അതുപോലെ തന്നെ ഈ ഇവിടെയുള്ള നാഷണൽ യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും സ്ഥാനത്തുണ്ടായിരുന്ന, അധികാരപ്പെട്ടവരായിട്ടുണ്ടായിരുന്ന 2 പേരായിരുന്നു. ഇവരെ കണ്ടായിരുന്നു ഈ കാണുന്ന ജനങ്ങളെല്ലാം 289ഓളം വരുന്ന ആളുകൾ ഈ പണം നൽകിയിരുന്നത്. എന്നാൽ ഈ പണം സൊസൈറ്റി മുഖേന 289 പേർക്കാണ് പണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ പാതിവില തട്ടിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വിശ്വസനീയമായി അവരവരുടെ നാടുകളിൽ ഉണ്ടായിരുന്നവരെ സ്വാധീനിക്കുന്നു. അവരുടെ വിശ്വാസം കൂടി മുതലെടുത്തുകൊണ്ട് നാട്ടുകാരുടെ പണം അടിച്ചു മാറ്റുന്നു എന്ന് മാത്രമേ ഈ തട്ടിപ്പിനെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ.